കരുവന്നൂർ ബാങ്കിന് സമാനമായ ഒരു തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് തോപ്രാംകുടി, ഇടുക്കിയിലെ തോപ്രാംകുടിയിലെ സഹകരണ ബാങ്കിൽ 10.42 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന്, LDF ഭരണമാണ്. അപ്പൊ ഈ LDFന്റെ അജണ്ട എന്ന് പറയുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിടുക എന്നതാണോ? ഇതിനെ പിച്ചച്ചട്ടി എന്ന് പറഞ്ഞ് അപമാനിക്കരുത്. കാരണം ഓരോ സാധാരണക്കാരും അല്ലെങ്കിൽ ആ ഒരു മലയോര മേഖലയിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് നോക്കാം. ഇതുപോലെ ഓരോ കൂലിപ്പണിയും അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഓരോ 1-2 രൂപകളെല്ലാം കൂട്ടി വെച്ച് ഒരു കുറച്ചെങ്കിലും ഒരു ഭാവി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ചികിത്സയാവട്ടെ അല്ലെങ്കിൽ മക്കളുടെ കല്യാണമാവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസമാവട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം 1 രൂപ കുരുവി ചേർത്ത് വെക്കുന്നത് പോലെ ഈ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ശേഖരിച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു വിഹിതത്തിൽ നിന്നാണ് ഈ CPM നേതാക്കൾ കൈയിട്ട് വാരിയത്. അപ്പോൾ പാവങ്ങളുടെ വയറ്റത്തടിച്ച സഖാക്കൾ എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം, അല്ലെങ്കിൽ തൊരപ്പന്മാർ എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. ഈ 13-അംഗ ഭരണസമിതിയിൽ 9 പേരും ഈ CPM അനുഭാവികളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവരാണ് ഈ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ഇത്ര കോടിയോളം അല്ലെങ്കിൽ 10 കോടിയോളം രൂപ അടിച്ചു മാറ്റിയത്. ഈ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തു വന്നത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, അതിൽ 6 വർഷം, അതായത് 2020 മുതൽ 2026 വരെയുള്ള ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ വന്ന ആ ഒരു അഴിമതിയാണ് ഇപ്പോൾ ഈ 2026 പുറത്തു വന്നത്. ഈ ഭരണസമിതിയിൽ അംഗമായിട്ടുള്ള CPM നേതാക്കളുണ്ടല്ലോ, ആ CPM നേതാക്കളുടെ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ മറ്റു കള്ളപ്പേരുകളും വ്യാജ അഡ്രസ്സുകളിലുമാണ് ഇതുപോലെ ഓരോ വായ്പകളും അപ്രൂവലാക്കി എടുത്തത്. അത് 1-2 രൂപയിൽ 50,000 രൂപ വെച്ച് പലവിധ അക്കൗണ്ടുകൾ 100-150-ലധികം അക്കൗണ്ടുകളിലൂടെയാണ് ഈ 50,000 രൂപകൾ ഇവർ തട്ടിച്ചുകൊണ്ടിരുന്നത്. മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ നിലവിലെ സെക്രട്ടറിയുമാണ് ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കേസിലായിട്ടുള്ള ഒരു സസ്പെക്റ്റുകൾ. 3 സ്ഥിര ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത ഒരു നടപടിയിൽ വെച്ചിരിക്കുകയാണ്. ചെറിയ നേതാക്കളെ പ്രതിയാക്കി അല്ലെങ്കിൽ ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലല്ല, ഇതിന് പിന്നിൽ മറ്റ് കരങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഇവരിൽ നിന്ന് മാത്രമായിട്ട് കേസ് അന്വേഷണം നിന്നുപോകും. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇപ്പോൾ ഒരു വിവാഹ ആവശ്യത്തിനായി ഒരു വയോധികൻ ഇതുപോലെ ഒരു പിതാവ് ഒരു മകളുടെ വിവാഹമാണ്, അതിനു വേണ്ടി വർഷങ്ങളായിട്ട് കൂട്ടിവെക്കുന്ന അല്ലെങ്കിൽ ഈ സഹകരണ ബാങ്കിനെ വിശ്വസിച്ച് കൊണ്ടുപോയിടുന്ന ഈ ഒരു തുകയിൽ നിന്നാണ് ഇവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി വ്യാജ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ വ്യാജ അപ്രൂവലോ ചെയ്ത് ഈ തുക അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. കരുവന്നൂർ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. തൃശ്ശൂർ കരുവന്നൂരിൽ 300 കോടിയോളം രൂപയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ഈ ഒരു പല കാലയളവിലായിട്ട് CPM അടിച്ചു മാറ്റിയത്. അതിൽ 28ഓളം CPM നേതാക്കളാണ് ഈ ഒരു കേസിൽ ED പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. അതിൽ 3 ജില്ലാ സെക്രട്ടറിമാരുമുണ്ട്. 3 പല കാലയളവിലായി ആ ഒരു CPMന്റെ ജില്ലാ സെക്രട്ടറിമായ 3ഓളം പേരുകൾ ഈ ഒരു പ്രതിപ്പട്ടികയിലുണ്ട്. എവിടെ തട്ടിപ്പുണ്ടോ അവിടെ CPM ഉണ്ട് എന്നുള്ള ഒരു ഇപ്പൊ അവസ്ഥയിലായി കാര്യങ്ങൾ. ഈ ഭരണം എന്നത് അടിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ കൊള്ള നടത്താനുള്ള അവകാശമാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന രീതിയിലായി ഇപ്പോൾ CPMന്റെ കാര്യം. എത്ര പഠിച്ചാലും അല്ലെങ്കിൽ എത്ര തിരിച്ചടി കിട്ടിയാലും ഇവർ പഠിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് പതിച്ചിരിക്കുകയാണ് ഈ CPM. ഇപ്പൊ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ 200ഓളം അപേക്ഷകളാണ് തിരികെ പോയത് എന്ന് ഇപ്പൊ ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് അപ്പൊ ഈ 200 പേരും അല്ലെങ്കിൽ 200 അപേക്ഷകളും അപ്പൊ ഏത് വഴി വന്നതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ സാധാരണക്കാർ ഇപ്പൊ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് ആവശ്യങ്ങൾക്കായിട്ട് കൂട്ടി വെക്കുന്ന കാശാണ് ഇവര്. അപ്പൊ LDF സർക്കാരിന്റെ ഇത് പറയുന്നത് തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി എന്നാണ്. അപ്പം ഇത്രയും നാള് ഭരണത്തിലിരുന്ന് കുറെ ഇതാക്കി ഇപ്പൊ ഓരോ സഹകരണ ബാങ്കിലും ഇങ്ങനെ ആക്കുന്നു. അപ്പം ഈ 5 വർഷം അല്ലെ 6 വർഷം കൊണ്ട് ഇത്രയും കോടി രൂപ ഉണ്ടാക്കണം എങ്കിൽ ഉയർന്ന നേതാക്കളുടെ ഒരു അറിവോടെ ആയിരിക്കും തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായും ഇടുക്കി പോലുള്ള മലയോര ജില്ലകളിലെ സാധാരണക്കാരെ പറ്റിച്ചും അല്ലെങ്കിൽ വെട്ടിച്ചും ഉണ്ടാക്കുന്ന ഈ ഒരു തുക അത് ഈ പാർട്ടിയിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഈ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു, അത് BJPയിലെ ഫണ്ട് തട്ടിപ്പ്, അവരുടേതായിട്ടുള്ള ഈ പേഴ്സണൽ ലോൺ അടവ് തീർത്തു, അല്ലെങ്കിൽ വീട് പുതുക്കി പണിതു, അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങി, അങ്ങനെ
പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു മോഷണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മണി ഹീസ്റ്റ് സിനിമയിൽ സംഭവിച്ച പോലെ തന്നെ ഒരു വലിയൊരു തുക അടിച്ചു മാറ്റി പലരിലേക്കും അല്ലെങ്കിൽ പല ആൾക്കാരിലേക്കും ഇതിൻ്റെ ഗുണം എത്തിക്കുക എന്നുള്ള ഒരു രീതിയാണ്. അതിൽ പ്രധാനമായിട്ട് ഈ CPM പ്രവർത്തന ഫണ്ടിലേക്കും ഈ ഒരു തുക എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു സ്ക്രോൾ ചെയ്യുന്നതിനിടെ മറ്റൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അതായത് ഒരു 77-കാരിയായ ഒരു വയോധിക അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ഈ സെക്രട്ടറി പറഞ്ഞത് കണക്കെ ഇത്ര ലക്ഷം രൂപ ആ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 30 ലക്ഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 30 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു. തുറന്ന് ഇത്ര വർഷത്തിന് ശേഷം ഈ ഒരു ഡയാലിസിസ് ആവശ്യത്തിനായിട്ട് തുക തിരിച്ചു ചോദിക്കുമ്പോൾ കിട്ടുന്നത് 2 ലക്ഷം രൂപയോളമാണ്. 28 ലക്ഷം രൂപയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതുമാത്രമല്ല, മറ്റൊരു ഡോക്ടർ, അതായത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ഡോക്ടറും ഇതുപോലെ ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുകയും ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇത്ര ലക്ഷം രൂപ അങ്ങനത്തെ പോവുകയാണ്, ഇവർ അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ആര് നീതി നൽകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആര് തിരിച്ചു നൽകും, ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു നൽകും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ഈ ഒരു അടിച്ചു മാറ്റിയ തുക കൊണ്ട് ഇവരുടേതായിട്ടുള്ള ജീവിത ചെലവുകളോ അല്ലെങ്കിൽ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു ചിലവഴിച്ചിരിക്കുമല്ലോ. എന്ത് അർത്ഥത്തിലാണ് നിങ്ങളെല്ലാം പിന്തുണയോടെയാണ് ഈ ഭരണസമിതിയിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നതെന്നാണ് ഉയർന്ന ചോദ്യം. നമുക്ക് ഈ തോപ്രാംകുടിയിലെ കേസ് വന്നപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത് കരുവന്നൂരിലെ കേസിന്റെയാണ്. അതിപ്പോൾ വർഷങ്ങളായി നടന്നിട്ടും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരുടെ കാശ് പോകുന്നതല്ലാതെ ഇതുപോലെ തട്ടിപ്പ് നടത്തിയവർ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. പോയതാർക്കാണ്? പാവപ്പെട്ട കുറച്ച് ജനങ്ങൾക്ക് മാത്രം. ശരിക്കും ഇനിയിപ്പം ആൾക്കാർക്ക് ഈ സഹകരണ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കാനും പണത്തിന് അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കിനോടുള്ള ഒരു വിശ്വാസം തന്നെ ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലായിടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബാങ്കിലും ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്ന ഒരു ആവശ്യകതയല്ലേ ഇപ്പോൾ? തീർച്ചയായും. അത് മാത്രമല്ല, ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇതിനു മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞിരുന്നു, ഈ നമ്മുടെ സഹകരണ ബാങ്കുകളിലെ ഭരണം പിടിക്കാൻ മാക്സിമം കഴിയാവുന്നത്ര ശ്രമം ഈ CPM എന്നുള്ള ഒരു പാർട്ടി നടത്തണമെന്ന്. കാരണം എന്താ, ഈ ഒരു ഭരണസമിതി മാറിയാൽ അല്ലെങ്കിൽ ഇവർക്ക് ഭരണം ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ബാങ്ക് ഭരണസമിതിയുടെ ഈ ഒരു നേതൃത്വം കൂടി നഷ്ടപ്പെട്ടാൽ ഇവർ ചെയ്തു വെച്ച അഴിമതികളെല്ലാം പുറത്തു വരും. ഇപ്പോൾ ഈ തോപ്രാംകുടിയിലെ ഈ അഴിമതി പുറത്തു വരുന്നത് പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന തിരിമറികളിൽ ഒരു രജിസ്ട്രാർ അന്വേഷണം അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം വന്നാൽ CPM എന്നുള്ള പാർട്ടി ഈ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു 10 വർഷം ഇവർ യൂട്ടിലൈസ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കൊള്ള അല്ലെങ്കിൽ 10 വർഷം ഇവർ സഹകരണ ബാങ്കിൽ ഈ സാധാരണക്കാരുടെ കയ്യിൽ നിന്നുള്ള കാശ് അടിച്ചു മാറ്റിയതിൻ്റെ ആ ഒരു തെളിവുകൾ എക്സ്പോസ് ആവും. അപ്പോൾ അതിലൊരു ഭയവും ഈ CPM എന്നുള്ള പാർട്ടിക്കുണ്ട്. പക്ഷേ ഇനി വരും കാലങ്ങളിൽ ഈ ഒരു സഹകരണ ബാങ്കിനോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് ഈ പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ ആയാൽ ആ സാധാരണക്കാരന് അവൻ്റെ ജീവിത ചെലവുകളുടെ ആ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഈ ജീവിത ചെലവുകൾ ഏറ്റവും കൂടുതൽ ദുസ്സഹമാവുന്ന അവസ്ഥയാവും. എങ്കിലും ഈ കീശ വീർപ്പിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചും നടക്കുന്ന CPM സഖാക്കളെ അല്ലെങ്കിൽ LDF സഖാക്കളെ നമ്മൾ കാണേണ്ടി വരും.